നീ കുറച്ചു നേരം ഒന്ന് വായടച്ചിരിക്കും. എന്റെ തലയാകെ പെരുത്ത് കയറുക. അടുത്തതായി നന്ദൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ പ്രസന്റേഷൻ അവതരിപ്പിക്കാനായി ക്ഷണിക്കുകയാണ്. ഇപ്പൊ എന്താ മിഥുൻ ചെയ്യാൻ പോകുന്നു? ഇവിടെയുള്ളവരൊക്കെ നമ്മളെ നോക്കിയിരിക്കുക. നമ്മൾ എന്തോ അത്ഭുതം സൃഷ്ടിച്ച് ഈ പ്രൊജക്ട് കൈവശപ്പെടുത്തുമെന്ന് കരുതി എല്ലാവരും നോക്കിയിരിക്കുന്നത് കണ്ടോ നീ? ഇനി നമുക്കിത് ചെയ്യാൻ കഴിയാതെ വന്നാ നമ്മളെ പറ്റി എല്ലാവരും എന്ത് കരുതും? പരിഹാസത്തിന്റെ ആ നോട്ടം നേരിടാൻ എനിക്കാവില്ല. ഞാൻ പോവാം മിഥുൻ. അരുണിമ മാഡം, പ്രസന്റേഷന് മുമ്പേ എഴുന്നേറ്റ് പോകുന്നത് എന്താ? അമ്മ എവിടേക്ക് പോണേ? ഞാൻ പ്രസന്റേഷൻ റെഡിയാക്കി കഴിഞ്ഞു. അമ്മ ധൈര്യമായിട്ട് പോയിരുന്നോ? അവസാന നിമിഷം കയറി വന്ന് ഇവിടെ എന്ത് അത്ഭുതം സൃഷ്ടിക്കാൻ പോകുന്നേ? മാഡം, യു ക്യാൻ പ്രൊസീഡ്. നമ്മൾ നമ്മുടെ ഈ പ്രൊഫഷണൽ ലൈഫിൽ എത്രയെത്രയോ വലിയ വ്യക്തികളെ കണ്ടിട്ടുണ്ടായിരിക്കും, വലിയ വലിയ സ്ഥാപനങ്ങളെയും കണ്ടിട്ടുണ്ടായിരിക്കും. അവരെല്ലാം ഉയർന്ന വ്യക്തിത്വത്തോടു കൂടി ഇത്രയ്ക്കും വളർന്നു വന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയോ? അവർ വളരുന്നതിനോടൊപ്പം കൂടെയുള്ള എല്ലാവരുടെയും വളർച്ചയ്ക്ക് അവർ കാരണമാകുന്നതുകൊണ്ടാണ്. മഴ പെയ്യുന്ന സമയത്ത് വാഴ നനയുന്നതിനൊപ്പം ചീരയും നനയുമെന്ന് നിങ്ങളൊക്കെ കേട്ടിട്ടുള്ളത് പോലെ തന്നെ ഇന്ന് നന്ദൻ ഗ്രൂപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ കമ്പനീസും എത്രയോ പേർക്ക് അവരുടെ ജീവിതാഭിലാഷം നിറവേറ്റാൻ ഒരവസരമാണ് ഒരുക്കി കൊടുക്കാൻ പോകുന്നത്. എല്ലാക്കിടയിലുള്ള ആൾക്കാർക്കും ഉപകാരപ്പെടും വിധത്തിൽ. ആ രീതിയിൽ നിങ്ങൾ എന്താണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്? അത് ഞാൻ പറയാൻ തുടങ്ങുമായിരുന്നു. നമ്മുടെ ഇന്ത്യയിൽ 80% ആളുകളും ജീവിക്കുന്നത് മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ്. അവരുടെയെല്ലാം സുപ്രധാനമായ സ്വപ്നം സ്വന്തമായ ഒരു വീടാണ്. ആ സ്വപ്നം ഇന്നും സ്വപ്നമായി തന്നെ അവശേഷിക്കുന്ന ഇവർക്കാണ് ഒരു അവസരം കൊടുക്കേണ്ടത്. ജീവിതത്തിൽ മുന്നോട്ട് പോവാൻ വേണ്ടി അവരിൽ ഒരു പ്രേരണ ഉണ്ടാക്കിയെടുക്കണം. ഈ പ്രൊജക്ട് ഞങ്ങൾ മിഡിൽ ക്ലാസ് ഫാമിലീസിനെ അനുകൂലിക്കുന്ന വിധത്തിൽ അവരുടെ വരുമാനത്തെ ആധാരപ്പെടുത്തിയാണ് നിർമ്മിക്കാൻ പോകുന്നത്. അത് എങ്ങനെയായിരിക്കും എന്നുള്ളത് നിങ്ങൾക്കിപ്പോ കാണാം. ഇതിനെ അതിശോക്തി നിറഞ്ഞ ഒരു പ്ലാനറ്റ് ആക്കി മാറ്റാൻ വേണ്ടി അല്പം കോസ്റ്റ്ലി ആയിട്ടാണ് എല്ലാവരും ചിന്തിച്ചത്. പക്ഷേ നമ്മുടെ നന്ദൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഇപ്പോ ഇത്രയും വലിയൊരു സൈറ്റിൽ 1 BHK ഫ്ലാറ്റും 2 BHK ഫ്ലാറ്റ്സും നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നു. പരമാവധി ആവശ്യമുള്ള സൗകര്യങ്ങളോടുകൂടി മധ്യവർത്തി ജനങ്ങളുടെ വരുമാനത്തിനനുസൃതമായി ഇതിന്റെ വിലയും നിർണ്ണയിക്കുന്നതായിരിക്കും. വലിയ വലിയ ടൗൺഷിപ്പിൽ ഉള്ളതുപോലെ തന്നെ ജിം, സ്വിമ്മിംഗ് പൂൾ, പ്ലേ ഗ്രൗണ്ട്, ഗാർഡൻ അങ്ങനെയെല്ലാം നൽകിക്കൊണ്ട് സൗകര്യപ്രദമായൊരു ജീവിത ശൈലിയും സമ്മാനിച്ചാൽ ഇത് മിഡിൽ ക്ലാസിനെ കൂടുതൽ ആകർഷിക്കുന്നതായിരിക്കും. ജീവിക്കൂ, ജീവിക്കാൻ അനുവദിക്കൂ, ഉയർച്ചയുടെ പടവുകളിലേക്ക് ഏവരെയും കൈപ്പിടിച്ചുയർത്തൂ എന്ന ശ്ലോകത്തോടെയാണ് ഞങ്ങൾ ഈ പ്രൊജക്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.
ജഡ്ജസ് ആയി ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഓഫീസേഴ്സ് ഈ പ്രോജക്റ്റ് ആർക്കാണ് ലഭിക്കുന്നതെന്ന് അനൗൺസ് ചെയ്യുന്നതാണ്. ഈ പ്രോജക്റ്റിനെ കുറിച്ച് ഞങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ ഇത് അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ഏവർക്കും എത്തിപ്പിടിക്കുവാൻ സാധിക്കുന്ന ഉപകാരപ്രദമായ ഒരു പ്രോജക്റ്റ് ആയിരിക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. ഞങ്ങളുടെ ചിന്തകൾക്ക് അനുസൃതമായി ഓരോരുത്തരും ഓരോ രീതിയിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ഈ പ്രോജക്റ്റ് നന്ദൻ ഗ്രൂപ്പ് ഓഫ് കൺസ്ട്രക്ഷന് നൽകുന്നതാണ് ഏറ്റവും ഉചിതമെന്നതിൽ ഞങ്ങൾക്ക് എതിരഭിപ്രായമില്ല. ഇവിടെ നടന്ന മത്സരത്തിൽ അത്ഭുതകരമായ ഒരു പ്രസന്റേഷനാണ് നന്ദൻ കമ്പനീസ് അവതരിപ്പിച്ചത്. ഈ പ്രോജക്റ്റിലെ വിജയി അവർ മാത്രമാണ്. ഇവളുടെ ഈ തൊലിഞ്ഞ പ്രസന്റേഷൻ ഇവരെയൊക്കെ ഇത്രയേറെ ഇംപ്രസ് ചെയ്തോ? നോൺസെൻസ്. കൺഗ്രാറ്റുലേഷൻസ് മിസ്സസ് മേഘ്ന നന്ദൻ. കൺഗ്രാറ്റുലേഷൻസ് മിസ്റ്റർ മിഥുൻ നന്ദൻ. നന്ദൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ചെയർമാൻ മിസ്റ്റർ മിഥുൻ നന്ദൻ, പ്ലീസ് വെൽക്കം. കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു. താങ്ക് യു. പ്രവീണേ, എന്താടാ പ്രവീണേ പുലിയെ പോലെ നിന്ന് വാചകം അടിച്ചിട്ട് പൂച്ചയെ പോലെ മുങ്ങുന്നു? വലിയ ആനയാണ് ചേനയാണ് തേങ്ങാക്കൊലയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒടുവിൽ പവനായി ശവമായ പോലെ ആയല്ലോ. പാവം. ഇപ്പൊ തേണ്ട നാവും വിഴുങ്ങി കണ്ണും തുറിച്ച് തലയും കുനിച്ച് മുങ്ങുന്നു. ഒരു പ്രൊജക്ട് കൈവിട്ടത് കൊണ്ട് മാത്രം അങ്ങനെ എന്നെ മുച്ചോട് മുടിപ്പിച്ചു എന്നുള്ള അഹങ്കാരം വേണ്ട മിഥുൻ. എടാ, അഭിനയിച്ച് പിടിച്ചു നിൽക്കാനൊന്നും നോക്കണ്ട. എന്റെ മുമ്പിൽ ഇപ്പോഴും നീ തോറ്റു തുന്നം പാടിയിരിക്കുക. നീ കള്ളക്കളി കളിച്ച് ഞങ്ങളുടെ പ്രോജക്റ്റ് കോപ്പി അടിച്ചുകൊണ്ട് നിന്റേതെന്ന രീതിയിൽ എല്ലാവരുടെ മുമ്പിൽ അവതരിപ്പിച്ചതല്ലേ? എന്നിട്ടെന്താ അവസാനം തോറ്റു തുന്നം പാടി? എങ്ങനെയുണ്ടടാ ഞങ്ങൾ നിനക്കായിട്ടുണ്ടാക്കി തന്ന അടി? എന്താ വല്ലാതെ വിറയ്ക്കുന്നുണ്ടോ? എനിഹോ, താങ്ക് യു സോ മച്ച്. ആടിനെ പട്ടിയാക്കുന്നതിന്റെ സ്വഭാവം ഉണ്ടല്ലോ, അതാ ഇത്രയും വലിയൊരു പ്രോജക്റ്റ് നിനക്ക് നഷ്ടമായതും ഞങ്ങൾക്ക് കിട്ടിയതും. എന്നെ തോൽപ്പിച്ചതിന്റെ പേരിൽ പത്തി വളർത്തി ആടാൻ വരട്ടെ. ഈ ഒരു പരാജയത്തിന്റെ പേരിൽ എന്നെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്താൻ നീ ആ വാമനനുമല്ല, ഞാൻ ആ മഹാബലിയുമല്ല. മംഗലാപുരത്തെ കടലോരത്ത് നീ കണ്ടിട്ടില്ലേ? മറിഞ്ഞുപോയ വഞ്ചികൾ എന്നും മറിഞ്ഞു കിടക്കില്ല. അല്ല മാറിയടിക്കുമ്പോൾ അത് വീണ്ടും മലർന്നു വീഴും. എടാ പ്രവീണേ, നീ ഒരു വഞ്ചിയാണെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ മഹാസമുദ്ര. അതിൽ നിന്നെ പോലുള്ള ചെറുവഞ്ചികൾ കമിഴ്ന്നും മലർന്നും കിടന്ന് ഉലയുമ്പോ ഏത് സമയത്ത് വേണേലും നിന്നെ പോലുള്ള വഞ്ചികളെ വിഴുങ്ങാൻ കഴിയുന്ന അത്ര ശക്തിയുള്ളവനായി ഞാൻ. അത് ഓർമ്മയിരിക്കട്ടെ. നിനക്ക് എന്നെ പരാജയപ്പെടുത്തണമെങ്കിൽ ചീറ്റിംഗ് അല്ല അതിനായുധം. പകരം മുഖാമുഖം വന്നു നിന്ന് ആണുങ്ങളെ പോലെ ഫൈറ്റ് ചെയ്ത് ജയിക്കേ. ധർമ്മയുദ്ധമാണ് അതിനുള്ള ഏക വഴി. അതിന് നിനക്കിങ്ങനെ ഈ ധർമ്മയുദ്ധമൊന്നും വഴങ്ങില്ലല്ലോ. ആളറിയാതെ കാലുവാരാനല്ലേ അറിയൂ. എടാ, നിന്നെ പോലുള്ള തരംതാണ ചെറ്റകൾക്ക്
ഒരിക്കലും എന്നെ തോൽപ്പിക്കാനാവില്ല. നീ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് മിഥുൻ. ഞാൻ മനസ്സിരുത്തി ഒന്ന് ആഞ്ഞു പിടിക്കാൻ തുടങ്ങിയാൽ നീ മണ്ണ് കപ്പി എന്നുള്ളതിന് ഒരു സംശയവുമില്ല. നിന്നെ ഞാൻ വളരെ പെട്ടെന്ന് ഇങ്ങ് എടുത്തോളാം. ഇത് ഈ പ്രവീൺ മാധവിന്റെ ശബദ. ഇതിനു മുൻപ് ഇതുപോലൊരു ശബ്ദം ചെയ്ത് അവസാനം മംഗലാപുരത്ത് നിന്ന് ടർക്കി വരെ ഓടിയതാ. പിന്നെയും ഞാനൂല് പത്തി വിടർത്താൻ നോക്കിയാ അതിന്റെ കേട് ഞാനൂലിനാ. ചവിട്ടി തേച്ചൊരു തരി പോലും വെക്കാതെ എന്റെ മോൻ നിനക്ക് മറുപടി തരും. അപ്പൊ ടർക്കി പോയിട്ട് മംഗലാപുരത്തെ ബീച്ചിലെ മൺതരികൾക്കിടയിൽ പോലും നിനക്ക് ഒളിക്കാൻ സ്ഥലം കിട്ടിയെന്ന് വരില്ല. നേരോടെ വാടാനൊന്ന് ശ്രമിച്ചു നോക്ക്. അപ്പൊ നിർഭയം പോരാടാനും മിഥുനോട് ഏറ്റുമുട്ടാനുള്ള ശക്തിയെങ്കിലും കിട്ടും. ഞാൻ എവിടേക്കും പോകുന്നില്ല, ഇവിടെ തന്നെ ഉണ്ടാവും. പകരം എന്നെ കണ്ട് നിങ്ങൾ എല്ലാവരും പേടിച്ചോടി ഒളിക്കും. ഇനി അങ്ങോട്ട് ഓരോ ക്ഷണവും എണ്ണി എണ്ണി ജീവിച്ചോ. കൗണ്ട് ഡൗൺ സ്റ്റാർട്ട്സ് ഹിയർ. ആ പ്രവീൺ മാധവ് അടി കൊണ്ട് പാമ്പിനെ പോലെ ചലഞ്ച് ചെയ്തിട്ട് ഇവിടുന്ന് പോയിരിക്കുന്നത്. ഇനി എന്തായിരിക്കും അവന്റെ പ്ലാൻ എന്ന് ആർക്കും അറിയാം മിഥുൻ. ഒരു കാര്യം എപ്പോഴും ഓർമ്മിച്ചോ മഞ്ജരി, ഫ്രോഡ് കാണിക്കുന്ന ഇവനെ പോലുള്ളവർക്ക് സത്യത്തെ ഒരിക്കലും ജയിക്കാനാവില്ല. ഇതുപോലെ ഒളിപ്പോര് നടത്താനും പുറകെ നിന്ന് കുത്താനും മാത്രമേ ഇവന് കഴിയൂ. അങ്ങനെയുള്ളവനൊക്കെ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ഒരു ജയം കിട്ടിയെന്നിരിക്കും. പക്ഷേ എല്ലാറ്റിനും ഒടുവിൽ ഒരു നാൾ പാതാളത്തിലേക്ക് കൂപ്പുകുത്തും. ഇവനെ പോലുള്ളവന്റെ വാക്കുകള് വെറും വെള്ളത്തിൽ വരച്ച വര പോലെയാ. മേഘനെ, ഐ നെവർ എക്സ്പെക്ടഡ് ദിസ്. നീ അത്രയും പെട്ടെന്ന് ഇങ്ങനെയൊരു ഗെയിം പ്ലാൻ ചെയ്യുമെന്ന് ഞാൻ ചിന്തിച്ചു പോലുമില്ല. താങ്ക് യു സോ മച്ച് മിഥുനേട്ടാ. മരണവിപ്രാളത്തിൽ പെടുമ്പോ എവിടുന്നോ ഒരു ധൈര്യം കിട്ടുമെന്ന് പറയുന്ന കേൾക്കാം. പക്ഷെ അതൊരൊന്നൊന്നര ശക്തിയായിരിക്കും. അതാ നീ ഇപ്പൊ തെളിയിച്ചിരിക്കുന്നേ. എങ്ങനെയെങ്കിലും ഈ പ്രോജക്റ്റ് നേടിയെടുക്കാനുള്ള മരണ ഓട്ടമല്ലേ നീ ഓടിയത്. അതുകൊണ്ട് തന്നെ അത്ഭുതകരമായ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കാൻ നിനക്ക് കഴിഞ്ഞേ. റിയലി താങ്ക് യു വെരി മച്ച് മേഘനെ. ഈ പ്രൊജക്ട് നമ്മുടെ കൈവിട്ടു പോയെന്ന് ഞാൻ കരുതിയത്. ഏതോ ഒരുത്തന്റെ വഞ്ചനക്കിരയായി നമ്മൾ ഒരു ചുവട് പുറകോട്ടായെന്ന് ഒന്ന് പതറിപ്പോയി. എന്നിട്ടും അവസാന നിമിഷം നീ ഞങ്ങളെ രക്ഷിച്ചു. ഇന്ന് അവിടെ ഉണ്ടായിരുന്നവരെല്ലാം അതിശയത്തോടും അസൂയയോടും കൂടെയാണ് നമ്മളെ നോക്കിയത്. നീ കാരണം എല്ലാവരുടെയും മുമ്പില് മിഥുന്റെ അഭിമാനവും കമ്പനിയുടെ വിലയും ഉയർന്നിരിക്കാം. നന്ദൻ കുടുംബത്തിന്റെ അന്തസ് നീ കാത്തു. താങ്ക് യു വെരി മച്ച് മേഘനെ. അയ്യോ, ഇതിനെതിരെ അമ്മേനോട് താങ്ക്സ് ഒക്കെ പറയുന്നേ. യഥാർത്ഥത്തിൽ ഇതെന്റെ കടമ കൂടിയല്ലേ. മിഥുനേട്ടന്റെ കമ്പനി തന്നെയല്ലേ ഞാനും ജോലി ചെയ്യുന്നത്. അപ്പൊ എന്റെ പങ്കാളിത്തം എന്തെങ്കിലും ഉണ്ടാവണ്ടേ. ആ ജോലിയുടെ ഭാഗമായിട്ട് എന്നാലാവുന്നത് ഞാൻ ചെയ്തു എന്നേ ഉള്ളൂ. മഞ്ജരി, നീ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? ആക്ച്വലി നമ്മൾ എല്ലാരും സന്തോഷിക്കേണ്ട ഒരു സമയമല്ലേ ഇത്. എന്നിട്ട് നിന്റെ മുഖം എന്താ എങ്ങനെ ഇരിക്കുന്നേ? പെട്ടെന്നിങ്ങനെ സംഭവിച്ചപ്പോ ഒന്നും പറയാൻ പറ്റുന്നില്ല മിഥുൻ. മേഘന് ഷടേന്ന് ഇങ്ങനെ ഒരു നീക്കം നടത്തുമെന്നോ ഇത്രയും വലിയൊരു പ്ലാൻ അത്ര വേഗം ഉണ്ടാക്കിയെടുക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഞാൻ ഇപ്പോഴും അതിന് ഷോക്കില്ല മിഥുൻ. ദാറ്റ്സ് ഓൾ. ആശ്ചര്യവും ആകാംക്ഷയും ഒക്കെ വാക്കുകളെ വിഴുങ്ങിക്കളഞ്ഞിരിക്കുക. എനിഹൗ, താങ്ക് യു സോ മച്ച് മേഘനെ. ഇന്ന് നീ ഒരാൾ കാരണോ ഇത്രയും വലിയൊരു പ്രോജക്റ്റ് നമുക്ക് കിട്ടിയത്. താങ്ക് യു മഞ്ജരി. ശരിയെന്ന് നമുക്ക് പോയാലോ മിഥുൻ?
വിവേക്, നീയും ഞാനും തമ്മിൽ ഒരു പ്രേമവുമില്ല, നമ്മൾ തമ്മിൽ കല്യാണം കഴിക്കില്ല. എന്തിനാന്ന് ചോദിച്ചാ നിങ്ങളുടെ വീട്ടിലെ മരുമകളായി കയറി വന്ന് എന്റെ മേഘനേച്ചി അനുഭവിക്കുന്നത് കണ്ടുകൊണ്ട്. വിവേകേട്ടാ, എന്താ തലേ കൈവച്ചോണ്ടിരിക്കുന്നത്? വിവേകേട്ടാ, ഏട്ടന്റെ മനസ്സിൽ എന്തുണ്ടെങ്കിലും അത് മുഖത്ത് തെളിഞ്ഞു കാണുന്നുണ്ടാവും. എന്താ ഏട്ടൻ വല്ലാണ്ടിരിക്കുന്നെ? അങ്ങനെ എന്താ പറ്റിയത്? ഏയ് ഒന്നുമില്ല സഞ്ജനെ. ഇവൻ ഇതെന്താ അടുത്ത പട്ടിയും കയ്യിലൊരു കുപ്പിയില്ലാത്ത ദേവദാസിനെ പോലെ? എന്താ പറ്റിയെന്ന് പറയ വിവേകേട്ടാ. എന്നോട് പറയാൻ വിവേകേട്ടൻ എന്തിനാ മടിക്കുന്നെ? വിവേക്, നീ എന്താ ഇങ്ങനെ മൂഡ് ഓഫ് ആയിരിക്കുന്നെന്നും നിന്റെ മനസ്സിൽ എന്താണെന്നുള്ളതും എനിക്ക് വ്യക്തമായിട്ട് അറിയാം മോനെ. എന്നാലും ഞാൻ നിന്റെ പെറ്റ തള്ളയായി പോയില്ലേ. നീ ഇങ്ങനെ ഇരിക്കുന്നത് എനിക്ക് സഹിക്കുന്നില്ല മോനെ. ജീവിതാനുഭവങ്ങളുടെ കുറവുകൊണ്ട് മാത്രമാ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത്. നല്ലത് പറഞ്ഞു തരുന്ന എല്ലാവരും തെറ്റുകാരാണെന്ന് ഈ പ്രായത്തിലുള്ള എല്ലാവരും കരുതും. പിന്നീട് നിങ്ങൾ ചെയ്തതൊക്കെ തെറ്റാണെന്ന് മനസ്സിലായി വരുമ്പോ ജീവിതം ഒരുപാട് കടന്നു പോയിട്ടുണ്ടാവും. അതുകൊണ്ടല്ലേ അനുഭവമുള്ള മൂത്തവരെ ഓരോന്നും പറയുമ്പോ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അത് അനുസരിക്കാൻ ശ്രമിക്കണമെന്ന് പറയുന്നത്. അങ്ങനെയൊന്നുമല്ല മോം. എപ്പോഴും മോം പറഞ്ഞത് മാത്രം. നോ വിവേക്, ഞാൻ എന്ത് ചെയ്താലും അതൊക്കെ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കും. നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവാൻ വേണ്ടിയല്ലേ. ഈ അമ്മയ്ക്ക് നിങ്ങളുടെ സന്തോഷം മാത്രം വലുത്. ലോകത്തുള്ള എല്ലാ സൗഭാഗ്യങ്ങളും എന്റെ മക്കൾക്ക് കിട്ടണം. അത് മാത്രം മോൻ എന്റെ ജീവിത ലക്ഷ്യം. ശരിക്കും മോം എന്റെ സന്തോഷം തന്നെയാണോ ആഗ്രഹിക്കുന്നത്? അതെന്താ മോനെ നീ അങ്ങനെ ചോദിച്ചേ? എനിക്ക് ലോകത്ത് നിങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. നിങ്ങളുടെ നല്ല ജീവിതം കാണണമെന്നല്ലാതെ ഈ ജന്മം എനിക്കിനി എന്താ ബാക്കിയുള്ളത്? ഈ അമ്മയുടെ മനസ്സൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കടാ മോനെ. അപ്പൊ ഞാൻ പറഞ്ഞത് അനുസരിക്കാനും തോന്നും. ഞാൻ കാണിച്ചു തരുന്ന വഴി നിങ്ങളുടെ നന്മയ്ക്കാണെന്നുള്ളത് മനസ്സിലാക്കാനും പറ്റും. അങ്ങനെയല്ല മോം. വിവേക്, ഇനി ഒരു അക്ഷരം മിണ്ടരുത്. പകരം മമ്മി എന്തിനും പറയുന്നു കൂടി ഒന്ന് ആലോചിച്ച് നോക്ക്. എന്തു പറ്റി പ്രിയമതേ? ഇനി എന്താ നിന്റെ മോൻ മനസ്സിലാക്കാനുള്ളത്? ഒന്നുമില്ല ജയദേവേട്ട, കൊച്ചു കുട്ടികളല്ലേ ഇപ്പോഴും. ഇവരുടെ സന്തോഷത്തിന് വേണ്ടിയല്ലേ നമ്മൾ ജീവിക്കുന്നത് തന്നെ. ഇവരുടെ ജീവിതം നന്നാവാൻ വേണ്ടിയല്ലേ നമ്മുടെ ഈ ജന്മത്തിലെ പെടാപ്പാടെല്ലാം. അതൊന്ന് കുട്ടികൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കായിരുന്നു. നിന്റെ മമ്മി പറയുന്നതിലും കാര്യമുണ്ട്. മാതാപിതാക്കൾ എന്ത് ചെയ്താലും അത് മക്കളുടെ നന്മയ്ക്ക് വേണ്ടിയാ. കണ്ടോ നിന്റെ വല്യച്ഛനും അത് തന്നെയാ പറയുന്നത്. ഇനി ഒന്നും ആലോചിച്ച് നിന്റെ മനസ്സ് പുണ്ണാക്കണ്ട. നിക്ക്, മമ്മി നിനക്ക് പാൽപ്പായസം ഉണ്ടാക്കി തരാം. സ്വാതി, സ്വാതി. എന്താ വേണ്ടത് മേഡം? വിവേകിന് പ്രിയപ്പെട്ട പാൽപ്പായസം ഉണ്ടാക്കി കൊണ്ടുവാ. ആയിക്കോട്ടെ മേഡം. ജയദേവ, കുറെ നേരമായി ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നതാ. ഗേറ്റിലേക്ക് നോക്കിയുള്ള നിൽപ്പാണല്ലോ. എന്താ സംഭവം? ഒന്നുമില്ലമ്മേ. ഭാരത ടൗൺഷിപ്പിന്റെ പ്രോജക്റ്റിൽ പ്രസന്റേഷൻ അവതരിപ്പിക്കാൻ പോയിരിക്കല്ലേ മിഥുനും കൂട്ടരും. അതെന്തായി, എവിടെ വരെ എത്തി എന്നറിയാനുള്ള ചെറിയൊരു ആകാംക്ഷ. അതിനു പകരം നിനക്ക് ഒരു ഫോൺ ചെയ്ത് ചോദിക്കാവുന്നതല്ലേ ഉള്ളൂ. ചെയ്തായിരുന്നമ്മേ, പക്ഷെ അവരാരും ഫോൺ എടുത്തില്ല. അരുണിമേ, അല്ല പോയ കാര്യം എന്തായി? പ്രസന്റേഷനൊക്കെ കഴിഞ്ഞോ? എങ്ങനെ ഉണ്ടായിരുന്നു? ഗ്രാൻഡ് സക്സസ് ഡാഡ്. പ്രോജക്റ്റ് നമുക്ക് തന്നെ കിട്ടിയത്. കൊള്ളാം. സന്തോഷമുള്ളൊരു വാർത്ത നീ പറഞ്ഞത്. ഐ ആം ഫീലിംഗ് വെരി ഹാപ്പി. താങ്ക് യു ഡാഡ്. ജയേട്ടാ, യഥാർത്ഥത്തില് ആ പ്രൊജക്ട് നമ്മുടെ കൈവിട്ട് പോയ അവസ്ഥയായിരുന്നു. പക്ഷെ അവസാന നിമിഷത്തില് മേഘനയാണ് ബുദ്ധിയുടെ കരുക്കൾ നീക്കിയത്.
കിട്ടിയ സമയം കൊണ്ട് അവൾ ഒരു പുതിയ പ്ലാൻ ഉണ്ടാക്കി പ്രസന്റേഷൻ അവതരിപ്പിച്ചു. അതവരെ വല്ലാതെ ഇംപ്രസ് ചെയ്യുകയും ചെയ്തു. മേഘന കാരണം നമുക്ക് ഇന്നത്തെ ഈ പ്രൊജക്ട് കിട്ടിയത്. ആണോ അരുണിമേ? ഇത് അതിലും നല്ല വാർത്തയാണല്ലോ. കഴിവും അറിവുള്ള മഹാരഥന്മാരാണ് മിഥുന് ചുറ്റും ഉണ്ടായിരുന്നത്. അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തത് മേഘന ചെയ്തെങ്കിൽ അത് വലിയ കാര്യ. മോളെ മേഘനെ, നിന്റെ കഴിവിൽ എനിക്ക് വിശ്വാസമായിരുന്നു. നീ ഏതൊരു കാര്യം ഏറ്റെടുത്താലും ഒരൊറ്റ നോട്ടത്തിൽ നീ അതെല്ലാം പഠിച്ചെടുക്കും. അതേ മിടുക്കോടെ തന്നെ മോൾ അതെല്ലാം പ്രാവർത്തികമാക്കി എടുക്കുകയും ചെയ്യുന്ന എനിക്കറിയാം. എന്റെ ആ വിശ്വാസം ഈ തവണയും നീ തെറ്റിച്ചില്ല. ഈ നഗരത്തിലുള്ള തിമിംഗലങ്ങൾ എല്ലാവരും മത്സരിച്ചിറങ്ങിയ ഒരു വലിയ പ്രോജക്റ്റാ മോളെ ഇത്. അതിൽ നീ വിജയിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് മോളെ. എനിക്കിത് മാത്രം കേട്ടാ മതി അച്ഛാ. മേഘനെ, 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 താങ്ക് യു വെരി മച്ച് മേഘനെ, താങ്ക് യു വെരി മച്ച്. എന്തേ കാണിക്കുന്ന? എന്നെ താഴെ ഇറക്കി വിട്ടെ. ഐ എം വെരി ഹാപ്പി മേഘനെ, ഓൺലി ബിക്കോസ് ഓഫ് യു. നീ ഇന്ന് എത്ര വലിയ കാര്യം ചെയ്തെന്നറിയോ മേഘനെ? ആയിക്കോട്ടെ, അത് എന്നെ ഒന്ന് താഴെ ഇറക്കി വിട്ടിട്ട് കാണിക്കാലോ. അയ്യോ, ഇറക്കി വിടണ്ട മിഥുനേട്ടാ. നമുക്ക് കിട്ടിയ സന്തോഷം സെലിബ്രേറ്റ് ചെയ്യാനാ എനിക്ക് തോന്നുന്നേ. അവസാന നിമിഷം എന്നെ വിജയിപ്പിച്ച നിന്നോട് എനിക്ക് അത് പ്രകടിപ്പിച്ചേ പറ്റൂ. മിഥുനേട്ടാ, വേണ്ട മിഥുനേട്ടാ, ഐ എം സോ ഹാപ്പി മേഘനെ, ഐ എം സോ ഹാപ്പി. താഴെ ഇറക്കാനാ പറഞ്ഞത് മിഥുനേട്ടാ. ഇനി കുറച്ചു നേരം കൂടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്നാലേ ഞാൻ തലയും കറങ്ങി താഴെ വീഴും. എന്നെ താഴെ ഇറക്കി വിടും മിഥുനേട്ടാ, ഇറക്കി വിട് മിഥുനേട്ടാ, പ്ലീസ് മിഥുനേട്ടാ, പ്ലീസ്. മിഥുൻ, എന്ത് തോന്നിയ മിഥുൻ ഈ കാണിക്കുന്നേ? ഇന്ന് മേഘന ചെയ്തത് എത്ര വലിയൊരു കാര്യാ. അതുകൊണ്ട് എന്റെ ഹാപ്പിനെസ് ഒന്ന് അവളുമായിട്ട് പങ്കുവെച്ചതാ. ഹാപ്പിനെസ് ഷെയർ ചെയ്യാനാണെങ്കിൽ ഇതല്ലാതെ പല വഴികളുണ്ടല്ലോ മിഥുൻ. ഇങ്ങനെ കെട്ടിപ്പിടിച്ചും പൊക്കിയെടുത്തു അല്ലാണ്ട് വേറെ ഏത് വിധത്തിലും ഇത് ഷെയർ ചെയ്യാലോ. അതല്ല മഞ്ജരി, ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ആരെ എവിടെ നിർത്തണോന്ന് ഇനിയും നിനക്ക് അറിഞ്ഞൂടെ? തൊടാതെയും പിടിക്കാതെയും ഒന്നും നിനക്ക് ഈ സന്തോഷം പ്രകടിപ്പിക്കാൻ അറിയില്ലെന്നാണോ നീ പറഞ്ഞു വരുന്നേ? അത് നീ നിന്നോട് തന്നെ പറയുന്നതല്ലേ ശരി. എന്ത്? എന്നോട് തന്നെ പറഞ്ഞോളാനോ? അതെ മഞ്ജരി, ഞങ്ങളുടെ പ്രൈവറ്റ് മുറിയിലേക്ക് കയറുന്നതിന് മുന്ന് ഒന്ന് വാതിലിൽ മുട്ടാനുള്ള ഔചിത്യം പോലും നീ കാണിച്ചില്ലല്ലോ. എന്നുവെച്ചാ എനിക്ക് സംസ്കാരമില്ലെന്നാണോ പറഞ്ഞു വരുന്നേ? അത് പറയാതെ തന്നെ മനസ്സിലാക്കി നിനക്ക് കൊള്ളാം. മറ്റൊരാളുടെ പ്രൈവറ്റ് സ്പേസിലേക്ക് കയറുന്നതിന് മുന്ന് 2 വട്ടം ഒന്ന് ആലോചിക്കുന്നത് നല്ലതാ. വാട്ട് ഈസ് ദിസ് മിഥുൻ? മേഘിന് എന്തൊക്കെ തോന്നിവാസങ്ങൾ ഈ എഴുന്നള്ളിക്കുന്നത്? എന്നിട്ട് ഒരു കോഴ്സിലും ഇല്ലാതെ നീ നോക്കി നിൽക്കുക? അതോ നീ അതെല്ലാം ശരിവെച്ചു കൊടുക്കുകയാണോ? എന്താ നീ അവളോടൊന്നും പറയാത്തെ? മഞ്ജരി, നീ എന്റെ ഭർത്താവിന്റെ ക്രോസ് വിസ്താരം ചെയ്യുന്നതൊന്ന് മതിയാക്കിയിട്ട് ദയവ് ചെയ്തൊന്ന് പുറത്തേക്ക് ഇറങ്ങേ. എടി മേഘനെ, നിന്റെ കഴുത്തി കിടക്കുന്ന ആ താലിയുടെ ബലത്തിലല്ലേ എന്നെ നീ വാൺ ചെയ്യുന്നത്? ആ ഒരൊറ്റ വ്യത്യാസം മാത്രമാണ് എപ്പോഴും എന്നെ ഒരടി പുറകിലേക്ക് മാറ്റുന്നത്. പക്ഷേ നിന്റെ ഈ ആട്ടും തുപ്പും ഒരുപാട് കാലം ഉണ്ടാവില്ല. നീ നാളെ എണ്ണിക്കോ മേഘനെ. ഒരു നാൾ ഞാൻ വിജയിക്കും. അന്ന് നിനക്ക് എന്റെ മുമ്പിൽ നിൽക്കാൻ പോലും പറ്റില്ല. നീ ചെവി നുള്ളിക്കും. മഞ്ജരി പറഞ്ഞതൊന്നും കാര്യാക്കാൻ നിൽക്കണ്ട. മേഡം, വാസാദി, മേഡം കാലത്ത് തൊട്ട് ഫ്രൂട്ട്സ് ഒന്നും കഴിച്ചിട്ടില്ല സാറേ. അതാ ഞാൻ. ശരി, നീ അതും കന്നേക്ക്, എന്നിട്ട് പോയിക്കോ. മേഘനെ, നീ വന്നേ, ഇരിക്ക. അതെ, നീ ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനെയാ? വയറ്റി കിടക്കുന്ന കുഞ്ഞിനെ കുറിച്ചൊരു ചിന്തയൊക്കെ വേണ്ടേ? ചില സമയത്ത് വയറ്റി കിടക്കുന്ന നമ്മുടെ കുഞ്ഞിന്റെ കാര്യം പോലും നീ മറന്നു പോവുക.